അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പവർ ഹൗസുകളിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ, എന്നിട്ട് നമുക്കത് നമ്മുടെ ഹൗസ് ഹോൾഡ് വരെ എത്തുന്നുണ്ട്. അതിനകത്ത് പവർ ലൈൻസിലൂടെയാണ് ഈ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും പവർ സ്റ്റേഷൻസിനൊക്കെ പേര് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാവുന്നതാണ്. ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അപ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. ഇടുക്കിയിലെ മൂലമറ്റം നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ ഇനി പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കുറേ ദൂരത്തേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ജൂൾസ് ലോ അനുസരിച്ച് നമുക്കറിയാം H=I²RT. അതനുസരിച്ചിട്ട് ഹീറ്റ് ലോസ്, എനർജി ഹീറ്റിന്റെ ഫോമിൽ ലൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആറും ടീം റെഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എന്നാൽ എന്താ സംഭവിക്കുന്നത്, അങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് വേറൊരു സൊല്യൂഷൻ വേണം. അതിനായിട്ട് ഈ ഒരു ഇക്വേഷൻ നോക്കിക്കേ, P=VI. പവറിന് ചേഞ്ച് ഒന്നും ഇല്ലാതെ, പവറിനെ എഫക്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, കറണ്ടിനെ റെഡ്യൂസ് ചെയ്യണം. എന്നാലാണ് ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, വോൾട്ടേജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഹൈ വോൾട്ടേജിലാണ് വൈദ്യുതി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. പവർ സ്റ്റേഷൻസിൽ നിന്ന് നമ്മുടെ ഹൗസ് ഹോൾഡിലേക്ക് എത്തുന്നത് ഹൈ വോൾട്ടേജിലാണ്. എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വീടുകളിലേക്ക് വേണ്ടത് 230 വോൾട്ട് ആണ്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ചിട്ട് വോൾട്ടേജ് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി നമ്മളിതിൽ പറയാണ്ട്, 3 ഫേസ് AC ജനറേറ്റേഴ്സ് ആണ് പവർ സ്റ്റേഷൻസിൽ യൂസ് ചെയ്യുന്നത്. സിംഗിൾ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോയിൽ മാത്രമായിരിക്കും മാഗ്നറ്റുകൾക്കിടയിൽ ഉണ്ടാവുക. 3 ഫേസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, പവർ സ്റ്റേഷനുകളിലാണ് 3 ഫേസ് ജനറേറ്റേഴ്സ് യൂസ് ചെയ്യുക. എങ്ങനെയാണ് ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളപ്പോഴാണ് ഈ H=I²RT കാര്യവും കാര്യവും തന്നെ ഹൈ വോൾട്ടേജിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യവും പറയേണ്ടത്. ഇനി ഹൈ വോൾട്ടേജിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹൈ കിലോ വോൾട്ടിലേക്കായിരിക്കും അത് ഇൻക്രീസ് ചെയ്യേണ്ടാവുക. അതുപോലെ തന്നെ അത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് എത്തുമ്പോൾ 11 കിലോ വോൾട്ടിലായിരിക്കും അത് എത്തുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മളിലേക്ക് എത്തുമ്പോൾ അതെന്താണ്, 230 വോൾട്ടിലായിരിക്കും നമുക്ക് ഹൗസ് ഹോൾഡ് സർക്യൂട്ടിലൊക്കെ വരിക. 220 കിലോ വോൾട്ട് വരെ എന്ത് ചെയ്യുന്നുണ്ട്, പവർ സ്റ്റേഷനിൽ ഈ ഒരു വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് 11 കിലോ വോൾട്ടിലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്കും അവിടെ നിന്ന് 230 വോൾട്ടിൽ നമുക്ക് ഹൗസ് ഹോൾഡ് സർക്യൂട്ടിലേക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യനും അതെങ്ങനെ ആൻസർ ചെയ്യാമെന്നുള്ള കാര്യം ക്ലിയർ ആയി കാണുമല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, നമ്മുടെ വീട്ടിലെ വൈദ്യുതീകരണം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ആ പവർ ലൈൻസ് കണ്ടല്ലോ, പവർ ലൈൻസ് കണ്ടിട്ടുണ്ടല്ലോ. പവർ ലൈൻസിൽ നിന്ന് നമ്മുടെ വീട്ടിലെ ആ ഒരു സർക്യൂട്ടിൽ ആദ്യമേ ഉള്ളത് എന്താണ്, kWh മീറ്റർ ആണ് അല്ലെ. ഇലക്ട്രിസിറ്റി റീഡിംഗ് ഒക്കെ എടുക്കാൻ നേരം ആ ഒരു ബോർഡിൽ നിങ്ങൾക്ക് ആ റീഡിംഗ് കാണാം അല്ലെ, ആ മീറ്ററിൽ. അപ്പോൾ kWh മീറ്റർ ആണ്. kWh മീറ്ററിലേക്ക് വരുന്ന ലൈൻസ് ഏതാണ്, ഇലക്ട്രിക് ലൈൻസ് ഏതാണ്, ലൈവ് ലൈൻ, അതായത് ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും ആണ് വരുന്നത്. അത് മെയിൻ ഫ്യൂസിലേക്ക് ആരാ പോകുന്നത്, ഫേസ് ലൈൻ ആണ് മെയിൻ ഫ്യൂസിലേക്ക് പോകുന്നത്. ഇനി മെയിൻ ഫ്യൂസ് എന്തിന്റെ ഇടയിലാണ്, kWhന്റെയും മെയിൻ സ്വിച്ചിന്റെയും ഇടയിലാണ്. ഇനി kWhന്റെ അവിടെ നിന്ന് ആ മീറ്ററിൽ നിന്നാണ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്, എർത്ത് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി മെയിൻ സ്വിച്ചിലേക്കാണ് kWh നിന്നുള്ള ലൈൻസ് വരുന്നത്. അവിടെ നിന്ന് ELCBയിലേക്കും പിന്നെ അവിടെ നിന്ന് MCBയിലേക്കുമാണ് ആ കണക്ഷൻ പോയിരിക്കുന്നത്. MCBയിൽ നിന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് എങ്ങോട്ടാണ്, സ്വിച്ച് ബോർഡിലേക്കാണ് കണക്ഷൻ പോയിരിക്കുന്നത്. നമ്മൾ ഡിവൈസസ് ഒക്കെ കണക്ട് ചെയ്യുന്നത് പാരലൽ ആയിട്ടാണ്. ഈ പാരലൽ കണക്ഷൻ എന്താണ്, റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ വോൾട്ടേജ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാനും പാരലൽ കണക്ഷൻ ഹൗസ് ഹോൾഡിൽ പാരലൽ കണക്ട് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ ഒരെണ്ണത്തിന് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ, ഒരു ഡിവൈസ് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ തന്നിരിക്കുന്ന റേറ്റിംഗിൽ എല്ലാ ഡിവൈസസും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പാരലൽ കണക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ ഈ ഡയഗ്രാം നിങ്ങൾ നല്ലോണം പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ ഇതിൽ എറേഴ്സ് ഉണ്ടാക്കിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും മിസ്സിംഗ് പാർട്ട് ഫില്ല് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് നമുക്കൊന്ന് പോവാം. വാട്ട് അവർ മീറ്റർ. അപ്പോൾ എന്താണ്, ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് വാട്ട് അവർ മീറ്റർ. ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്താണ്, അത് മെഷർ ചെയ്യുന്നത് kWh-ലാണ്. അപ്പോൾ ഇതിനെ തന്നെയാണ് നമ്മൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ്, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യുന്നത് kWh-ലാണ്. kWh തന്നെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്, 1 kWh. അതായത് അത് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ്. ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ് kWh എന്ന് പറയുന്നത്. ഒരു 1000 വാട്ട് പവർ ഉള്ള ഡിവൈസ് 1 മണിക്കൂർ നേരത്തേക്ക് കൺസ്യൂം ചെയ്യുന്നതാണ് 1 യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. 1000 വാട്ട് പവർ ഉള്ള ഒരു ഡിവൈസ് 1 മണിക്കൂർ നേരത്തേക്ക് എത്രമാത്രം എനർജി കൺസ്യൂം ചെയ്യുന്നു അതിനെയാണ് നമ്മൾ 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചിലപ്പോൾ ഈ ഓരോ
ഡിവൈസിൻ്റെയും ഫംഗ്ഷൻ ആയിരിക്കും ചോദിക്കുന്നത്. മെയിൻ സ്വിച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ ഇലക്ട്രിക് സപ്ലൈ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഡിവൈസ് ചെക്ക് ചെയ്യാൻ, അതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ പോകുന്ന നേരം ഓരോ സർക്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഓരോ ഡിവൈസ് ആയിട്ട് പോയിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. മെയിൻ സപ്ലൈ എന്താ ചെയ്താൽ മതി, ഓഫ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം അങ്ങനെ ഈ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക് സർക്യൂട്ട് ആ ഒരു ഇലക്ട്രിഫിക്കേഷനിലെ ആ ഒരു വലിയ ഡയഗ്രാം കണ്ടല്ലോ, അതിനകത്ത് ഓരോ പാർട്സിനെയും ഫംഗ്ഷനും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതിൻ്റെ ഓരോ ഫംഗ്ഷൻ ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ മിസ്റ്റേക്സ് വന്നിട്ട് കറക്റ്റ് ചെയ്യാനായിട്ടും ചോദിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്, സ്കിപ്പ് ചെയ്യാതെ പോവാം. ഓക്കെ, നമുക്കതിൽ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനായിട്ട് എക്സാം പോയിന്റ് ഉള്ളവർക്ക് അവിടുത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. പേജ് നമ്പർ 68 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 68 ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. അതായത് നമ്മൾ ഈ കിലോ വാട്ട് അവറുടെ ഒരു ഫോർമുലയുണ്ട്. ഓക്കെ, അപ്പോൾ കിലോ വാട്ട് അവറിൻ്റെ ഫോർമുല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഇൻ കിലോ വാട്ട് അവർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല ആദ്യം പറഞ്ഞുതരാം. അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എനർജി ഇൻ കിലോ വാട്ട് അവർ, എനർജി ഇൻ കിലോ വാട്ട് ഹവർ ഇസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. പവർ ഇൻ വാട്ട്, വാട്ടിലാണ് പവർ നമ്മൾ ചെയ്യുന്നത്, ഇൻറ്റു ടൈം, ടൈം ഇൻ ഹവർ, ഹവറിലാണ് ടൈം, ഡിവൈഡഡ് ബൈ 1000. ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിക്കാം. പേജ് നമ്പർ 68 ക്വസ്റ്റ്യൻ ഉള്ളത്, എക്സാം പോയിന്റിന്റെ. അപ്പോൾ എ മോട്ടർ റേറ്റഡ് 500 watt 230 volt utilizes 3 units of electrical energy. Okay, calculate the time for which the motor works. അപ്പോൾ മോട്ടർ വർക്ക് ചെയ്യുന്ന ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പവർ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് എനർജി കണ്ടുപിടിക്കാം. ഇനി നമുക്ക് വേണ്ടത് വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതനുസരിച്ച് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടൈം ഇസ് ഈക്വൽ ടു എനർജി ഇൻറ്റു പവർ ബൈ 1000. ഇവിടുത്തെ സ്പെസിഫിക്കേഷൻസ് ഞാനൊന്ന് എഴുതാം. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? പവർ ഇസ് ഈക്വൽ ടു 500 watt. അതുപോലെ തന്നെ നമുക്കുള്ളത് എനർജി തന്നിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി 3 units ആണ്. ഓക്കെ, എനർജി ഇൻ കിലോ വാട്ട് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിറ്റ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ എനർജി തന്നിട്ടുണ്ട്, എത്രയാണ്? 3 ആണ്. അപ്പോൾ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 3 × 500 ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 3 × E × P. ഓക്കെ, ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷനിൽ ചെറിയൊരു എറർ ഉണ്ട്. പവർ ഇൻറ്റു ടൈം ബൈ 1000 ആണ്. P അല്ല 1000 ആണ് കേട്ടോ ഇവിടെ. അതൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടേക്കട്ടെ. ഓക്കെ, അപ്പോൾ സ്റ്റെപ്സ് ഒന്നും കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അതൊന്ന് മാറ്റിയിട്ട് എഴുതാം കേട്ടോ. അപ്പം E × 1000 എന്നാണ് കേട്ടോ. അവിടെ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അതൊന്നും കൂടി എഴുതാം. ഇത്രയും ക്ലിയർ ആണല്ലോ. ടൈം ഇൻ ഹവർ ബൈ 1000 എന്നാണ്. ഓക്കെ, അപ്പോൾ എനർജി ഇൻറ്റു 1000 ബൈ പവർ ആണ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക്കേഷൻസ് ഒന്നും കൂടി എടുത്ത് എഴുതുകയാണ്. ഇസ് ഈക്വൽ ടു 500 watt ആൻഡ് എനർജി ഇസ് ഈക്വൽ ടു 3 unit. ടൈമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു ഇ എത്രയാണ്? 3 × 1000 ബൈ 500. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദാറ്റ് ഇസ് 3000 ബൈ 500. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 6 hours. ഓക്കെ, അപ്പോൾ 6 hours ആണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ എനർജി കണ്ടുപിടിച്ചിട്ട് ഒരു യൂണിറ്റ്, ഓക്കെ, ഇപ്പോൾ എനർജി കണ്ടുപിടിക്കാൻ ചോദിക്കാം, എന്നിട്ട് ഒരു യൂണിറ്റിനുള്ള എമൗണ്ട് തരാം. പെർ യൂണിറ്റ് 50 പൈസ അല്ലെങ്കിൽ പെർ യൂണിറ്റ് 2 rupees എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ ആ ടോട്ടൽ കൺസ്യൂംഡ് ഇലക്ട്രിക്കൽ എനർജി, എത്ര യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ഇൻറ്റു ആ ഒരു എത്ര എമൗണ്ട് ആണോ അത് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ എന്ത് വരും? ടോട്ടൽ എമൗണ്ട് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ആദ്യം ഒന്ന് തിരിഞ്ഞു പോയിട്ടുണ്ടായത്, നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. E × 1000 ബൈ P ഇസ് ഈക്വൽ ടു T എന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 69 അതുള്ളത്. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? കൺവേർട്ട് 1 kilowatt hour. 1 kilowatt hourനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ജൂൾസ് ഇൻറ്റു ജൂൾസ്, എനർജി ഇൻ ജൂൾസ് ആക്കി കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം 1 kilowatt hour എന്താണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, 1 kilowatt hour ഇസ് ഈക്വൽ ടു 1 kilowatt എന്ന് വെച്ചാൽ 1000 × 1 hour. ഓക്കെ, 1 hour എന്നതാണ്. 1 hourനെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്ത് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1000 × 60 × 60. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 6. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, സീറോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇടുക.
സോ ഇത്രയും ജൂൾസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ. 1 kWh is equal to എത്രയാ കിട്ടുന്നേ? ഇത്രയും ജൂൾസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇത്ര വരെ ക്ലിയർ ആണല്ലോ? ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ബുക്കിലുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ബുക്കിൽ അവൈലബിൾ ആണ്. ഓക്കെ, സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് സർക്യൂട്ട്. നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. സേഫ്റ്റി ഫ്യൂസ്. എന്താണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സർക്യൂട്ടിൽ എന്തെങ്കിലും കാരണവശാൽ കറണ്ടിന്റെ ലീക്കേജ് ഉണ്ടായി എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ സർക്യൂട്ടുകൾക്ക് ആ ഒരു ഡിവൈസിന് ഡാമേജ് ഇല്ലാതെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സേഫ്റ്റി ഫ്യൂസ് ഹെൽപ്പ് ചെയ്യും. സേഫ്റ്റി ഫ്യൂസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു തിൻ വയർ ആയിരിക്കും. ആ തിൻ വയറിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, അതോടൊപ്പം അതെന്താവുന്നുണ്ട്, കറണ്ടിനെ കടത്തിവിടുന്നുണ്ട്. അങ്ങനെ അത് ചൂടായിട്ട് എന്ത് ചെയ്യുന്നു, ഉരുകി പോകുന്നു. ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ള പ്രോപ്പർട്ടി തന്നെയാണ് സേഫ്റ്റി ഫ്യൂസിന്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, കൂടുതലായിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഏത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവിടെ അത് മെൽറ്റ് ചെയ്ത് അവിടെ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ അത് ഡിവൈസിന്റെ ഡാമേജിൽ നിന്നും ഷോക്കിൽ നിന്നും ഒക്കെ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഡിവൈസ് ആണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇപ്പോഴുള്ള വീടുകളിലെല്ലാം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് വയറിന് പകരം നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. കൂടുതലും നമ്മൾ എന്താണ് ആ ഒരു ബ്രാഞ്ചസിലേക്ക് ഡിവൈസസിലേക്ക്, അതായത് ഓരോ ഡിവൈസ് ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ, അങ്ങോട്ടേക്കാണ് MCB കൊടുക്കാറ്. അപ്പൊ എന്താ ഇതിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എക്സസ് കറണ്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, അത് ബ്രേക്ക് ചെയ്യും, സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യും. ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിന്റെ സ്വിച്ച് ഓഫ് ആകുന്നുണ്ട്. ഫ്യൂസ് വയർ പോലെ ആ ഒരു വയർ മെൽട്ടായി പോയിട്ട് അതിന് പകരമായിട്ട് നമ്മൾ ആ വയർ മാറ്റി വെക്കേണ്ട കാര്യമൊന്നും വന്നില്ല. അതിനെ നമുക്ക് തിരിച്ചെന്ത് ചെയ്യാം, അതിന്റെ നോർമൽ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സർക്യൂട്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, MCBയുടെ പ്രോപ്പർട്ടി അതാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പോൾ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ തന്നെ എന്തെങ്കിലും കണക്ഷൻസിൽ ഇഷ്യൂ കാരണം എന്തെങ്കിലും കറണ്ടിന്റെ ലീക്കേജ് ഉണ്ടെങ്കിൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യുന്നു, അവിടെ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ ഓരോ ഡിവൈസസും എന്താണ്, നമ്മുടെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ അതിലുള്ള എന്തെങ്കിലും ഒരു ഫോൾട്ട് കാരണം കറണ്ടിന്റെ ലീക്കേജ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡിങ്, ഇതൊക്കെ കാരണം സർക്യൂട്ടിന് അല്ലെങ്കിൽ ഡിവൈസ് ഉണ്ടാകുന്ന ഡാമേജസിനെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും എന്താണെന്നുള്ളതും കൂടി പറയാം. ഓവർലോഡിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഓവർലോഡിങ്ങിന് കുറേയധികം കോസസ് ഉണ്ട്. അതായത് ഒരു സോക്കറ്റിലേക്ക് അതിന് താങ്ങാവുന്നതിലധികം ലോഡ് കൊടുക്കുക, അതായത് കൂടുതൽ റേറ്റിംഗ് കൺസിഡർ ചെയ്യാതെ അതായത് താങ്ങാവുന്നതിലധികം റേറ്റിംഗ് ഉള്ള ഡിവൈസസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓവർലോഡിംഗ് ആകും. ഓക്കെ, അതുപോലെ തന്നെ ഫേസ് വെയർ ന്യൂട്രൽ വെയർ ഒക്കെ കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെയും ഓവർലോഡിംഗ് ഉള്ള ചാൻസ് ഉണ്ട്. ഈ ഓവർലോഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലോഡിംഗ് കാരണം അവിടെ എന്താണ്, എക്സസീവ് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ചാൻസ്, അതാണ് ഷോർട്ട് സർക്യൂട്ട്. ഓവർലോഡിംഗ് കാരണം എന്തുണ്ടാവുന്നുണ്ട്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസീവ് കറണ്ട് ആ ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് വിളിക്കുക. ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡും ഒക്കെ നമ്മുടെ ഡിവൈസസിനെ ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന സേഫ്റ്റി മെഷേഴ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മളൊരു പ്രീവിയസ് ഇയർ മോഡൽ 2023 ക്വസ്റ്റൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഹൗസ് ഹോൾഡ് സർക്യൂട്ടിന്റെ ബ്രാഞ്ച് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഫ്യൂസ് വയർ എപ്പോഴും എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്, ഫ്യൂസ് വയർ എപ്പോഴും ഫേസിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എർത്ത് പിൻ എന്ന് പറയുന്നത് വലുതായിരിക്കും. അപ്പോൾ അത് തിരുത്തിക്കൊണ്ട് നമുക്കൊന്ന് വരയ്ക്കാം. ഫേസ്, എർത്ത്, അതുപോലെ തന്നെ ന്യൂട്രൽ. ഓക്കെ, ഏതായിരിക്കും വലിയ പിന്ന്, എർത്തിന്റെ ആയിരിക്കും വലിയ പിന്ന് വരിക, ബാക്കി കുഞ്ഞതാണ്. ഓക്കെ, ഇനി ഇവിടെയാണ് ഫ്യൂസ് വയർ വരുന്നത്. ക്ലിയർ ആണല്ലോ, ഫ്യൂസ് വയർ എവിടെയാണ് വരുന്നത് എന്നുള്ള ക്ലിയർ ആണല്ലോ. ഇനി പിന്നെന്താണ്, ആ ഒരു കണക്ഷൻ്റെ സെപ്പറേഷനും കൂടി നമ്മളിവിടെ കാണിക്കണം. സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കാനാണ് കേർവ്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതാണ് പ്ലഗ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആക്കി അത് വരച്ചിട്ടുണ്ട്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്തത്, the figure shows the interior of a 3-pin plug. 3-pin പ്ലഗിന്റെ ഇന്റീരിയർ ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, 3-pin പ്ലഗ് നമുക്ക് സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന കാര്യമാണ്. കാരണം അതിൽ എന്താണ്, എർത്ത് പിൻ ഉണ്ട്. എർത്ത് പിൻ നമുക്ക് എപ്പോഴും നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന കാര്യമാണ്. എപ്പോഴും സോക്കറ്റിലേക്ക് പോകുന്നത് ആദ്യമേ എന്തായിരിക്കും, എർത്ത് പിൻ ആയിരിക്കും. സോക്കറ്റിൽ നിന്ന് നമ്മൾ ആ ഒരു പ്ലഗ് ഊരുമ്പത്തേനും അതിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് വരുന്നതും
എർത്ത് പിൻ തന്നെയായിരിക്കും. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടെങ്കിൽ അത് എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് പറയാം. മെറ്റാലിക് പാർട്സ്, ഇപ്പോൾ അയൺ ബോക്സ്, ടോസ്റ്റർ പോലത്തെ ഡിവൈസിൻ്റെ മെറ്റാലിക് പാർട്സ് ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, അതിലേക്കായിരിക്കും ഈ എർത്ത് പിന്നെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ അതിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ ആൾക്ക് ഷോക്ക് ഏൽക്കില്ല. കാരണം എന്താണ്, ഈ എക്സസ് കറണ്ട് എർത്ത് പിന്നിലേക്ക് വരുന്നു. അതിലൂടെ അത് ഈ എർത്ത് പിൻ എന്ന് പറയുന്നത് അതിൽ നിന്നുള്ള വയർ എർത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഒരു കോപ്പർ പ്ലേറ്റ് ഡീപ്പായിട്ട് ബറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എർത്ത് പിന്നിൽ നിന്ന് എക്സസ് ഉള്ള കറണ്ട് അതിലൂടെ ഒഴുകി എർത്തിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷോക്ക് ഏൽക്കുന്നതിൽ നിന്ന് ഇത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഐഡന്റിഫൈ ദ പാർട്സ് മാർക്ക്ഡ് എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ എയും ബിയും ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിച്ച് വിൽ യു കണക്ട് ദ മെറ്റാലിക് കവറിംഗ് ഓഫ് ദി അപ്ലയൻസ്. അപ്ലയൻസിന്റെ മെറ്റാലിക് കവറിംഗ് എങ്ങോട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത് എർത്തിലേക്കാണ് കേട്ടോ. ടു വിച്ച് ഇസ് എ ഫ്യൂസ് കണക്റ്റഡ്. ഫ്യൂസ് എപ്പോഴും നമ്മൾ ഇതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്, നമുക്കറിയാം അല്ലേ, ഫേസിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. ഏതൊക്കെയാന്ന് നോക്കാം. ഡി എന്ന് പറയുന്നത് ഫേസ് ആണ് അല്ലെ, ഫ്യൂസ് ആണ് നമ്മൾ ഫേസിലേക്ക് കണക്ട് ചെയ്യുന്നത്. എ എന്ന് പറയുന്നത് ന്യൂട്രൽ വയർ ആണ്. ഓക്കെ, അപ്പോൾ എർത്ത് ലൈൻ, ഫ്യൂസ് ഇസ് കണക്റ്റഡ് ഇൻ ദി ഫേസ് ലൈൻ. അപ്പോൾ ഏതിലേക്കാണ് മെറ്റാലിക് പാർട്ട് കണക്ട് ചെയ്യുന്നത്, എർത്ത് ലൈനിലേക്കാണ്. സി എന്ന് പറയുന്നത് ഫ്യൂസ് ഇസ് കണക്റ്റഡ് ഇൻ ദി ഫേസ് ലൈൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 പിൻ പ്ലഗ് എങ്ങനെയാണ് നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാമല്ലോ. എർത്ത് പിന്നിന്റെ പ്രോപ്പർട്ടി, എർത്ത് പിന്നാണ് ആദ്യം സോക്കറ്റിലേക്ക് ചെല്ലുന്നത്, അവസാനം വരുന്നത് അതാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസുലേഷൻ ഫെയിലിയറോ എന്തെങ്കിലും കാരണവശാൽ ഇലക്ട്രിക് കറണ്ട് ലീക്കേജ് ഉണ്ടായെങ്കിൽ എർത്ത് പിൻ നമ്മളെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി ഇലക്ട്രിക്കൽ ഡിവൈസസും ക്ലിയർ ആയി കാണുമല്ലോ, അതിൻ്റെ ഇമ്പോർട്ടൻസും. MCB, ELCB, അതുപോലെ തന്നെ നമ്മൾ കണ്ടത് സേഫ്റ്റി ഫ്യൂസ്, ഇതൊക്കെ തന്നെ ഹൗസ് ഹോൾഡ് ഡിവൈസസിൻ്റെ ആ ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യുന്നവരാണ്. അതിലേക്ക് 3 പിൻ പ്ലഗും കൂടി നമുക്ക് പറയാം. അതിനകത്ത് എർത്തിങ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ആകാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിവൈസ് എന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യനും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ എഴുതാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇലക്ട്രിക് ഷോക്ക്, അപ്പോൾ ഏതെങ്കിലും അപ്ലയൻസസിന്റെ പ്രശ്നം കാരണമോ അല്ലെങ്കിൽ ഇൻസുലേഷന്റെ പ്രശ്നം കാരണമോ ഏതെങ്കിലും വിധേന കറണ്ട് ലീക്ക് ആയിട്ട് നമ്മുടെ ബോഡിയിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക്, നമുക്ക് ഷോക്ക് ഏറ്റു എന്ന് പറയാം അല്ലേ. അപ്പോൾ നല്ല വലിയ ഷോക്കുകളാണെങ്കിൽ ആഘാതം കൂടുതലായിരിക്കാം, ആള് മരിച്ചു വരെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺവേർഡ്സിൽ തന്നെ എഴുതാമല്ലോ. ഷോക്ക് എന്താണെന്നുള്ളത് എഴുതാം. ഷോക്ക് ഏറ്റെടുക്കുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം, എവിടെ നിന്നാണോ ഷോക്ക് ഏറ്റത് നമ്മുടെ സേഫ്റ്റിയും കൂടി നോക്കിയിട്ട് നമ്മൾ ആ ആളെ ഷോക്ക് ഏറ്റ ആ ഒരു വസ്തുവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് ബോഡി മസാജ് ചെയ്യണം അല്ലേ, ബോഡി വാമാക്കാനായിട്ട് മസാജ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, വേണ്ടി വന്നാൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഒക്കെ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് എയ്ഡുകൾ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ആദ്യം തന്നെ ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. നമുക്ക് കൊടുക്കാനുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മെഡിക്കൽ അസിസ്റ്റൻസ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൺവേർഡ്സിൽ തന്നെ എഴുതാവുന്നതാണ്. പ്രിക്കോഷൻസ് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, വെറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, വെറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ നമ്മുടെ ഡിവൈസസ് ഓപ്പറേറ്റ് ചെയ്യിക്കരുത്. അതുപോലെ തന്നെ മെയിൻ സ്വിച്ച് ഓൺ ആക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത്, ആ സ്വിച്ച് ഓൺ ആക്കിക്കൊണ്ട് നമ്മൾ ബൾബ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണോ ഡിവൈസ് അതിനെ തകരാറുകൾ പരിശോധിക്കാനൊന്നും പോകരുത്. ഇൻസുലേഷൻ ഡാമേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്യാൻ നോക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കുറേ പോയിന്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഷോക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിക്കോഷൻ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലൈറ്റ്നിങ്ങിൻ്റെയും നല്ല മഴയുടെയൊക്കെ സമയത്ത് അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, കെയർ എടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഫോൺസും അല്ലെങ്കിൽ TV ഒക്കെ ആ സമയത്ത് യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അത് മെയിൻ സോക്കറ്റിൽ നിന്ന് ആ പ്ലഗ് എന്ത് ചെയ്തിടുക, ഡിസ്കണക്ട് ചെയ്തിടുക. പ്ലഗ് എപ്പോഴും ഡിസ്കണക്റ്റഡ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എർത്ത് ലൈൻസ് ഒക്കെ മഴയുടെ സമയത്തൊക്കെ, എർത്ത് ലൈൻസ് അല്ല, മഴയുടെ സമയത്ത് ഇലക്ട്രിക്കൽ വയേഴ്സ് ഒക്കെ വെള്ളത്തിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അധികാരപ്പെട്ടവരെ വേണ്ട പോലെ അറിയിക്കുക. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരേ കണ്ടന്റിൽ നിന്ന് തന്നെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം മനസ്സിലാക്കി പഠിക്കുക, ഒന്നും തന്നെ കാണാപ്പാഠം പഠിക്കേണ്ടതില്ല. എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നു, അതിന് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എക്സാംസ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ബൈ ബൈ, താങ്ക് യു.